മലയാള സിനിമയിലെ ദുരന്ത താരമാണ് റാണി ചന്ദ്ര. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട റാണി ചന്ദ്ര സ്വപ്നാടനം എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ റാണി ചന്ദ്ര ആർക്കു മുമ്പിലും ഏതു വേഷവും അഭിനയിക്കാൻ തയ്യാറായ റാണി ചന്ദ്രയെ പറ്റി ഒരുപാട് കഥകളുണ്ട്. റാണി ചന്ദ്ര മിസ് എറണാകുളമായിരുന്നു ഒരു കാലത്ത്. പിന്നീട് അവർ സിനിമയിൽ വ്യത്യസ്തമായ വേഷങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിൽ അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ വേഷം ഉത്സവം എന്ന ചിത്രത്തിലെ വേഷമാണ്. ഈ ചിത്രത്തിൽ ഉമ്മറാണ് നായകൻ. ഐവിശേഷി ഒരുക്കിയ മൾട്ടി സ്റ്റാർ ചിത്രമാണ്. ഉമ്മർ, സോമൻ, രാഘവൻ, വിൻസെന്റ് തുടങ്ങിയ നടന്മാരൊക്കെ ഈ ചിത്രത്തിൽ അഭിനയിച്ചു. പ്രേം നസീറിന്റെ ഹീറോയിസത്തെ വെല്ലാൻ മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ ഒരുക്കുക എന്ന ഒരു സങ്കല്പം കൊണ്ടുവന്നത് ഉത്സവത്തിലൂടെ ഐവിശേഷിയാണ്. വെള്ളത്തിന് വേണ്ടി പോരടിക്കുന്ന രണ്ട് ഗ്രാമങ്ങളുടെ കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ റാണി ചന്ദ്ര അതീവ സെക്സിയായി തന്നെ അഭിനയിച്ചു. ഇതിലെ ഒരു രംഗത്തിൽ ഉമ്മറിന് മുമ്പിൽ അർദ്ധനഗ്നയായി അഭിനയിച്ചു റാണി ചന്ദ്ര വലിയ കുസൃതിക്കാരിയായിരുന്നു. മനസ്സിലുള്ളത് തുറന്നു പറയുന്ന പ്രകൃതം. ഒരിക്കൽ റാണി ചന്ദ്ര പ്രണയിച്ചിരുന്നത് ഡോക്ടർ മോഹൻദാസിനെയായിരുന്നു. ഡോക്ടർ മോഹൻദാസും റാണി ചന്ദ്രയും തമ്മിലുള്ള പ്രണയമെന്ന വലിയ ചർച്ചാ വിഷയമായിരുന്നു. സ്വപ്നാടനം എന്ന ചിത്രത്തിൽ ഇരുവരുമായിരുന്നു നായകന്മാർ. റാണി ചന്ദ്രയുടെ കുസൃതിയെപ്പറ്റി സിനിമാ മംഗളത്തിൽ മേക്കപ്പ് മാൻ എം.ഒ. ദേവസ്യ എഴുതിയിട്ടുണ്ട്. വളരെ നിഷ്കളങ്കയായ പെൺകുട്ടിയായിരുന്നു റാണി ചന്ദ്ര. എന്തും തുറന്ന് സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു റാണി ചന്ദ്രയ്ക്ക്. റാണി ചന്ദ്ര ഒരു വിദേശ പരിപാടിക്ക് പോയി. റാണി ചന്ദ്രയും മറ്റ് അക്കാലത്തെ നടന്മാരും ഒക്കെ വിദേശ പരിപാടിക്ക് പോയി. സോമനൊക്കെ ആ പരിപാടിക്ക് ഉണ്ടായിരുന്നു എന്നാണ് എം.ഒ. ദേവസ്യ പറയുന്നത്. പരിപാടിക്ക് എം.ഒ. ദേവസ്യ ആയിരുന്നു മേക്കപ്പ് മാൻ. അപ്പോഴാണ് റാണി ചന്ദ്ര വൈബ്രേറ്റർ ഉപയോഗിച്ച് മാസ്റ്റർബേഷൻ ചെയ്യേണ്ട രീതിയെപ്പറ്റി കേട്ടത്. റാണി ചന്ദ്രയ്ക്ക് ഉടൻ വൈബ്രേറ്റർ വേണമെന്നായി. എം.ഒ. ദേവസ്യ അത് സംഘടിപ്പിച്ചു കൊടുത്തു. റാണി ചന്ദ്ര അത് കിട്ടിയപ്പോൾ കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ അതിൽ നോക്കിയിരുന്നു. ഇത് എം.ഒ. ദേവസ്യ പച്ചയ്ക്ക് തന്നെ തൻ്റെ അനുഭവക്കുറിപ്പുകളിൽ എഴുതുന്നുണ്ട്. സിനിമാ മംഗളത്തിൽ വന്ന എം.ഒ. ദേവസ്യയുടെ അനുഭവക്കുറിപ്പുകൾ വളരെ ശക്തമായിരുന്നു. കവിയൂർ പൊന്നമ്മയുടെ മാരണത്തിൽ മേക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ വളരെ രസകരമായി ദേവസ്യ എഴുതിയിട്ടുണ്ട്. ദേവസ്യയുടെ ആത്മകഥ അച്ചടിച്ചു വന്നപ്പോൾ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീണു. റാണി ചന്ദ്ര അടക്കമുള്ള പല നടിമാരുടെയും അന്തഃപുര രഹസ്യങ്ങളും അവരുടെ ആസക്തികളും ഒക്കെ തമാശ കലർന്ന രൂപത്തിൽ ദേവസ്യ അവതരിപ്പിച്ചു. ചൂടപ്പം പോലെയാണ് അന്ന് സിനിമാ മംഗളം വിറ്റുപോയത്. ഏകദേശം 100,000-ഓളം കോപ്പിയാണ് അന്ന് സിനിമാ മംഗളം അച്ചടിച്ചത്. ഇപ്പോൾ സിനിമാ മംഗളമില്ല, സിനിമാ വാരികകളില്ല. അതിൻ്റെയൊക്കെ കാലം പോയി. സോഷ്യൽ മീഡിയ ഇപ്പോൾ തകർക്കുന്ന കാലത്ത് ഇനിയൊരു വാരികയ്ക്കോ മാസികയ്ക്കോ പ്രസക്തിയില്ല. ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്നത് പോലെ വാരികകളുടെയും മാസികകളുടെയും ഒക്കെ ചരമഗീതം എഴുതി കഴിഞ്ഞു. ജേർണലിസ്റ്റുകൾ പുതിയ മാർഗങ്ങൾ തേടി പോകുന്നു. ചാനലുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എത്ര കാലമെന്ന് അറിയാൻ പറ്റില്ല. കാരണം അത്രയും പ്രതിസന്ധിയിലാണ് ചാനൽ രംഗവും. ദിനപത്രങ്ങൾ പലതും പൂട്ടിപ്പോയി. മംഗളമടക്കമുള്ള പത്രങ്ങൾ പേരിന് വേണ്ടി ഇറക്കുന്നു എന്ന് മാത്രം. എന്തായാലും ഇതൊന്നും പറയാനല്ല ശ്രമിച്ചത്. പറഞ്ഞു വന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഒരു കാലത്ത് സിനിമാ മാസികകൾക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. സിനിമാ വാരികകൾക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. സിനിമാ വാരികകളിലെ റിപ്പോർട്ടർമാർക്ക് ഒരുപാട് ബഹുമാനം കൊടുത്തിരുന്നു സിനിമാ ലോകം. ആ കാലമൊക്കെ പോയി. എം.ഒ. ദേവസ്യയുടെ ആത്മകഥ സിനിമാ മംഗളത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ പലരും അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ തുറന്നെഴുതരുതെന്ന്. പക്ഷേ എം.ഒ. ദേവസ്യയ്ക്ക് ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. താൻ അനുഭവിച്ച കാര്യങ്ങൾ, താൻ കേട്ട സംഭവങ്ങൾ ഒക്കെ തുറന്നെഴുതണമെന്ന്.
പിന്നീട് കോട്ടയം ശാന്തയുടെ ആത്മകഥ സിനിമാമംഗളത്തിൽ വന്നു, അതും വലിയ വിവാദമായി മാറി. ലളിതശ്രീയുടെ ആത്മകഥ വന്നു, അതും വിവാദമായി മാറി. എന്തായാലും റാണി ചന്ദ്രയും വൈബ്രേറ്ററും എന്നായിരുന്നു ഈ അധ്യായത്തിന് ദേവസ്യ കൊടുത്തിരുന്ന പേര്.